ഇന്ന് ഞാൻ പറയാൻ പോകുന്ന തിയേറ്ററിന്റെ പടി പോലും കാണാത്ത ഒരു പടത്തിനെ കുറിച്ചാണ്. ഈ പടത്തിന്റെ ട്രെയിലറിന്റെ അടിയിൽ ഒരാളത് 10 പ്രാവശ്യമൊക്കെ കണ്ടിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. മിക്കവാറും കമന്റ് ഇട്ടത് ഈ സിനിമ എഡിറ്റ് ചെയ്ത ആളായിരിക്കും. പടം തുടങ്ങുന്നത് ഇൻസ്റ്റഗ്രാമിൽ വൈറലായിട്ടുള്ള ഒരു പെണ്ണിന്റെ ഒരു ഡാൻസ് ഉത്സവത്തിൽ കളിക്കണ കാട്ടിയിട്ടാണ്. പ്രിയ കലാസ്നേഹികളെ, അടുത്തതായി പറവൂരിന്റെ പ്രതിഭാസം, നാട്ടിന്റെ നടന മയൂരം, കാലം കാത്തുവച്ച കലാതിലക കുമാരി പാർവതി ഓമനക്കുട്ടൻ തന്റെ വൈറൽ റീലിന്റെ ദൃശ്യാവിഷ്കാരം ബഹുമാന്യരായ പറവൂർ നിവാസികൾക്കായി ഉടൻ വേദി. എന്റെ കൂടെ ഇന്നലത്തെ നിന്റെ ഡാൻസ് ഉണ്ടല്ലോ, ഇൻസ്റ്റാഗ്രാമിൽ മാത്രമല്ല നമ്മുടെ നാട്ടിൽ മൊത്തം ഫേമസ് ആയി. പ്രതിഭയാണ്, പ്രതിഭാസമാണ്. പിന്നെ ഇവളുടെ ഇൻസ്റ്റയിലെ പേര് ഇത്തിരി ഫ്രീക്കാണ്, കിടിലം പാറു. എന്തോന്ന്? പിന്നെ ഇവളും ഒരു ചെക്കനും കൂടി അമ്പലത്തിൽ പോയിട്ട് കല്യാണം കഴിക്കും. എന്നിട്ട് 2026 എള്ളോളം തരി പാട്ട് ഇട്ടിട്ട് റീല് ചെയ്യും. പറു എന്തായാലും അതിലേടെ ഒന്നല്ലേ, നമുക്ക് എള്ളോളം തരെയും കുടിച്ചാലോ? ആയിക്കോട്ടെ, നിങ്ങളുടെ ഇഷ്ടം. എടാ ഇതൊക്കെ ടിക്ടോക്കിന്റെ കാലത്തുള്ള ട്രെൻഡാടാ. ടിക്ടോക്കൊക്കെ ബാനായി പോയിട്ട് 6 കൊല്ലായിന്ന് പോലും അറിയാത്ത ഏതോ ഒരു ഡയറക്ടറാണ് ഈ സിനിമ എടുത്തേക്കണേ. പിന്നെ പെട്ടെന്ന് ഇവന്റെ അനിയത്തി വന്നിട്ട് ഇവനെ എഴുന്നേപ്പിക്കും. അപ്പോൾ ഇവന് ഇത് സ്വപ്നമാണെന്ന് മനസ്സിലായിട്ടാകെ സാഡാവും. പറ്റിക്കപ്പെട്ടു എന്ന് വിചാരിക്കണ്ട, രക്ഷപ്പെട്ടു എന്ന് കരുതിയാൽ മതി. പിന്നെ മറ്റേ പെണ്ണുവിന്റെ കൂട്ടുകാരിയാണ്. അവള് ജർമ്മൻ പാസ്സായിട്ട് നിൽക്കണം. അപ്പൊ നൈസായിട്ട് അവളെ വളച്ചിട്ട് അവളുടെ കൂടെ ജർമ്മനിക്ക് പോകാനാണ് ഇവന്റെ പ്ലാൻ. എനിക്ക് കിട്ടിയില്ല, നിനക്കും കിട്ടൂല. അവസാനം നീ കരയും മോനെ, അനുഭവം കൊണ്ട് പറയുന്നതാണ്. പിന്നെ ഇവള് ജർമ്മൻ പഠിച്ച് പാസ്സായിട്ടും ബേസിക് ലെവലിലുള്ള കാര്യങ്ങളാണ് ഇപ്പോഴും പഠിക്കണേ. ഷ്വാഗറിൻ, ബ്രൂഡർ, ഷ്വീസർ, ഇത് ജർമ്മൻ വേർഡ്സാ. അണ്ണൻ, അക്ക, തങ്കച്ചി. എടാ ഇതൊക്കെ ബേസിക് A1 ലെവൽ. ഇതൊക്കെയാണ് അവിടെ പോവാൻ പോണ ആള് പഠിക്കുക. ഷ്വാഗറിൻ, ബ്രൂഡർ, ഷ്വീസർ. മതി. പിന്നെ ഇവർക്ക് രണ്ടാൾക്കും ഒരു കൂട്ടുകാരനുണ്ട്. അവന് ഇവർക്കാളും വലിയ പ്രാന്തനാണ്. ജോലി സാധ്യത നോക്കി BSc നഴ്സിംഗ് പഠിച്ച മഹാനാണ്. പഠിച്ചു കഴിഞ്ഞപ്പോ നഴ്സിംഗ് ജോലി ചെയ്യാൻ ചമ്മല്. ബെസ്റ്റ് തല, മാംഗ്ലൂർ മെയിലിന് വെക്കാൻ പറ്റിയ തല. എന്നിട്ട് ഇങ്ങനെ നേഴ്സിംഗ് ഒക്കെ വിട്ടിട്ട് വാഴ കൃഷിയൊക്കെ ചെയ്ത് ജീവിക്കണം ഇപ്പൊ. നീ ഇങ്ങനെ വാഴക്കൊല്ലയും വെട്ടി ഗ്യാസ് എടുത്തോണ്ട് നടന്നോ? അതിന്റെ സുഖം നിനക്ക് പറഞ്ഞ മനസ്സിലാവില്ല മോളെ. ഒരു ലെഗ് കെട്ടമട്ട. പിന്നെ കിടിലംപാറിന്റെ ഇജാതി വൈറലായിട്ടുള്ള റീല് കണ്ടിട്ട് കൊളാബ് ചെയ്യാനായിട്ട് ഒരുത്തം വരും. അവന്റെ പേരാണ് പോളിശരത്ത്. പൊളിശരത്തോ? ഇങ്ങനെയൊക്കെ ആരെങ്കിലും പേരിടും? തന്റെ ഫസ്റ്റ് പടമല്ലേ ഇത്? അതെ. തന്റെ ലാസ്റ്റ് പടവും ഇത് തന്നെയായിരിക്കും. പിന്നെ ഇവൻ വണ്ടി ഓടിച്ച് വരുന്ന സമയത്ത് ഇവന്റെ അമ്മ ഇരുന്ന് തള്ളും. എന്നിട്ട് കുറെ കോമഡി ഒക്കെ ഉണ്ട്. എടാ നിന്റെ അമ്മ പറഞ്ഞത് കറക്റ്റാ. നീ ഓടിച്ചു വന്നപ്പോ കറക്റ്റ് ഊക്ക് വണ്ടി ആയിട്ടുണ്ട്. പിന്നെ റോട്ടി വെച്ചിട്ട് ഇവൻ മറ്റേ വാഴണ്ണനെയും ഡൂഡിനെയും കാണും. എന്നിട്ട് മറ്റവളുടെ വീട്ടിലേക്കുള്ള വഴി ചോദിക്കും. എന്നിട്ട് അവര് വഴി തെറ്റിച്ച് പറഞ്ഞു കൊടുക്കും. എന്റെ സ്വഭാവം നിനക്കറിയില്ലേ? ആരെങ്കിലും എന്നോട് കറക്റ്റ് വഴി ചോദിച്ചാൽ കറക്റ്റ് പറയാറുണ്ടാ? വഴി തെറ്റിച്ചു വിടും. എവിടെയോ വെച്ച കണ്ട പരിചയമുണ്ട്. മാത്തച്ഛന്റെ വീട് ആ കാണുന്ന വളവ് കഴിഞ്ഞാൽ കാണണല്ലേ? വലിയ കാറൊക്കെ ഉള്ളവരില്ലേ, ചുറ്റിട്ട് വരട്ടെ. പിന്നെ ഇവൻ വഴി തെറ്റിയിട്ട് വേറൊരു വീട്ടിലേക്ക് കയറും. എന്നിട്ട് അവിടെ നിന്ന് കുറെ നേരം വെറുപ്പിക്കും. ഇതൊക്കെ എന്ത് ദ്രോഹാടോ. ഇവന്റെ ഈ വെറുപ്പിക്കല് സഹിക്കാൻ പറ്റാണ്ട് അവിടുത്തെ പട്ടി ഇവനെ അങ്ങ് ഓടിപ്പിക്കും. അയ്യോ പട്ടി, വെറുതെ കൊതിപ്പിച്ച് അല്ലേലും ഇവനൊന്നും ആവശ്യത്തിന് ഉപകരിക്കില്ല. പിന്നെ ഇവൻ വാഴണ്ണനും മറ്റേ ഡൂഡിന്റെ അടുത്തേക്ക് പോയിട്ട് അവളുടെ അടുത്ത് കൊളാബ് ചെയ്യാനാണ് ഹെൽപ്പ് ചെയ്യുമെന്ന് ചോദിക്കും. എൻ്റെ ജീവിതത്തിലെ ഒറ്റ ആഗ്രഹമുള്ളൂ, എങ്ങനെയെങ്കിലും ഒന്ന് വൈറലാവണം. അതോർത്ത് വിഷമിക്കണ്ട ബ്രോ, ഞാൻ അയറിലൊരു വീട് പണിത് തരാം. എന്റെ കൈക്ക് നല്ല രാശിയാ, ശീലമായിക്കോളും. ശരത്
പോളിശരത്ത്. പിന്നെ മറ്റവന്മാര് കൊളാബിന്റെ കാര്യമൊക്കെ സെറ്റാക്കി തരാമെന്ന് പറയും. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ആ പഞ്ചായത്തിലുള്ള ഒരു ഗുണ്ടേനെ കാണിക്കും. അവൻ എന്നിട്ട് ആ മറ്റേ പെണ്ണിന്റെ റീല് കണ്ടിട്ട് ക്രഷ് അടിക്കും. ആരാടാ ഈ കിടിലം പാറു? അവള് കൊള്ളാം, കിടിലനായിട്ടുണ്ട്. വെറുതെ ചിരിപ്പിക്കരുത്. പിന്നെ മറ്റവള് ജർമ്മൻ പഠിക്കുന്ന സ്ഥലം കാണിക്കും. അവിടുത്തെ സാറിന് ഇവളോട് ലൈനാണ്. എനിക്ക് നിന്നെ ഇഷ്ടമാണ്. സുന്ദരിയാവുന്നത് ഒരു പ്രശ്നമാണോ ചേച്ചി? അവളെ അറിയാമോ? കിടിലം പാറു. ഇൻസ്റ്റയിലെ കട്ട വയറില്ല. എനിക്ക് മനസ്സിലാവാത്തത് നാട്ടിൽ കംപ്ലീറ്റ് അമ്പളായിരിക്കും. എന്ത് കണ്ടിട്ടാണ് അവളുടെ പുറകെ കിടക്കുന്നത്? അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാറിന് ഇതൊരു പേട്ടപ്പടാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാവും. പിന്നെ ഒരു ദിവസം ഇവള് പുറത്തേക്ക് പോണ സമയത്ത് ഒരു ഗുണ്ട വന്നിട്ട് ഇവളുടെ മേത്ത് തട്ടും. എന്നിട്ട് ഇവള് മറ്റവരോട് ഈ കാര്യം പറയും. എന്നിട്ട് അവര് പ്രതികാരം ചെയ്യാൻ വരുന്ന സമയത്ത് പോലീശരത്ത് വന്നിട്ട് മറ്റവനെ ചവിട്ടും. ശരത്ത്, പോളിശരത്ത്. പിന്നെ ഗുണ്ടനെ തല്ലുന്ന ഒരാള് റീലെടുത്തിട്ട് അത് വൈറലാവും. എന്നിട്ട് ഇതിന്റെ സന്തോഷത്തിൽ കിടിലം പാറും പോലീശരത്തും കൂടിയിട്ട് ഒരു കിടിലൻ അവരാതെ റീലങ്ങ് പടച്ചു വിടും. ട്രാക്ക് മാറ്റി. വേഗം വന്ന് മന്ത് 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 തവള ചൊറിയൻ തവള വെള്ളത്തിൽ തവള തവള. പാപ്പം ഭയങ്കര തന്ത വൈബായിക്കൊണ്ടിരിക്കും കേട്ടോ. അതെടാ, നിന്റെ ഈ തന്തയില്ലാത്ത വൈബിനേക്കാൾ നല്ലതാ എന്റെ ഈ തന്ത വൈബ്. പിന്നെ ഈ റീല് വൈറലാവും. എന്നിട്ട് ഇത് മറ്റേ ഡൂഡ് കണ്ടിട്ട് അവൻ ഈഗോ അടിക്കും. എന്ത് കണ്ടിട്ടാണ് നിനക്ക് ഈഗോ അടിച്ചേ? എന്നിട്ട് അവനൊരു ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് അവളെ തെറി വിളിക്കും. എന്നിട്ട് അവള് ദേഷ്യം കയറിയിട്ട് ഒരു റീല് ചെയ്യും. നിനക്കൊരു വിചാരമുണ്ട് നീ ഭയങ്കര ബോൾഡാണെന്ന്. ബോൾഡല്ല, ബോൾട്ടാണ്, ബോൾട്ട്. പിന്നെ അന്ന് തല്ലുകൊണ്ട ഗുണ്ട വന്നിട്ട് പോളിശരത്തിന് നല്ല പൊളി അങ്ങ് പൊളിക്കും. ഒരു കുഴപ്പമില്ല, സന്തോഷമുള്ള മക്കളെ, സന്തോഷായി. എന്നിട്ട് ഇവ വാടകയ്ക്ക് കുറച്ച് ആൾക്കാരെ അറേഞ്ച് ചെയ്തിട്ട് പ്രതികാരം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു റീൽ ഇൻസ്റ്റയിൽ അപ്ലോഡ് ചെയ്യും. എന്നാ ഞാൻ ഒരു കവിത പാടട്ടെ. എങ്കിൽ തന്നെ ഞാൻ ഈ ടെറസിന്റെ മുകളിൽ താഴ്ത്തിക്കിടും. പിന്നെ ആ ജർമ്മൻ ക്ലാസ് എടുക്കണ മാഷും മറ്റേ ഡൂഡും പുറത്ത് വെച്ച് കണ്ടിട്ട് അവളുടെ പേരും പറഞ്ഞിട്ട് തല്ല് കൂടും. എന്നിട്ട് ഒരു പാട്ടങ്ങ് ഇടും. മൊത്തത്തിൽ നീ ഒരു ജർമ്മൻ പീസ, നിന്റെ കിസ്സിന് വേറെ ടേസ്റ്റാ, ടോട്ടൽ നീ ഒരു ആറ്റം പീസ. 100 രൂപയുണ്ട്. ഇതെന്തിനാണെന്നറിയാവോ? എന്റെ പാട്ട് കേട്ട് മൈൻഡ് കുളിർത്തിട്ടായിരിക്കും സാർ. ഇനി ഒരിക്കലും ഒരു പാട്ട് പാടാതിരിക്കാൻ വേണ്ടിയാ. പിന്നെ മറ്റവളുടെ ബർത്ത്ഡേ ആവും. എന്നിട്ട് ഇവള് മറ്റവരൊക്കെ വിളിക്കും ബർത്ത്ഡേ പാർട്ടിക്ക്. എന്നിട്ട് മറ്റേ ഡൂഡിനോട് എനിക്ക് വാഴണ്ണനെയാണ് ഇഷ്ടം എന്ന് പറയും. എന്നിട്ട് അവനാകെ സെന്റിയാവും. നീ തപസ്സിരുന്നാ കിട്ടോ എന്നെ പോലെ ചുള്ളനെ. പിന്നെ അവൻ കട്ടത്താടിയൊക്കെ വളർത്തിയിട്ട് ദാരിദ്ര്യം പിടിച്ച പോലെ നടക്കും. അപ്പൊ പോലീസുകാരത്ത് പിന്നെ ഒന്ന് ചാർജ് ആക്കാൻ വേണ്ടിയിട്ട് ലാലേട്ടന്റെ പാട്ടൊന്ന് പാടി കൊടുക്കും. പുഴയുടെ പൈതലായി ഇന്നൊഴുകി കിട്ടിയ കർണനായി. അപ്പൊ അതിനൊരു തീരുമാനമായി. നാടിന് മുഴുവൻ കാവലായി ജീവനെ ഉണരു നീ. ലാലേട്ടന്റെ പാട്ടും ഒരു കട്ടനും തീർക്കാൻ പറ്റാത്ത പ്രശ്നമുണ്ടോ? ഇവൻ ലാലേട്ടന്റെ പാട്ട് കേട്ട് ചാർജ് ആയിട്ട് വേറൊരു യൂറോപ്പിൽ പോവാൻ നിൽക്കുന്ന ഒരു പെണ്ണിനെ കണ്ട് അവളെ പ്രൊപ്പോസ് ചെയ്തിട്ട് അവര് രണ്ടുപേരും സെറ്റാവും. ഇതോന്റെ സ്ഥിരം പരിപാടിയാണ്, ആത്മാർത്ഥ പ്രണയമൊന്നുമല്ല. പിന്നെ കിടിലം പാറുന്റെ ജർമ്മനി പോക്ക് മുടങ്ങും. ആ ഏജൻസിക്കാര് പറ്റിക്കും. 360 ഡിഗ്രിയിൽ വട്ടത്തിലും. പിന്നെ ഇതറിഞ്ഞിട്ട് വാഴണ്ണ നൈസായിട്ട് അവളെ അങ്ങ് തേക്കും. അപ്പൊ നിങ്ങളുടെ കല്യാണം? എന്ത് കല്യാണം? ഇനി അവളെ കെട്ടിക്കഴിഞ്ഞാൽ ഞാൻ അവക്ക് ചെലവിന് കൊടുക്കേണ്ടി വരും. പിന്നെ ഇതിന്റെ ഇടയക്കോടെ പോലീസുകാരത്ത് പോയിട്ട് കിടിലം പാറുവിനെ കണ്ടിട്ട് അവളെ അങ്ങ് പ്രൊപ്പോസ് ചെയ്തിട്ട് അവര് കല്യാണം കഴിക്കും. മരപ്പെട്ടി കൂട്ടു. അങ്ങനെ പടം കഴിഞ്ഞു. അപ്പൊ ശരി ഗൈസ്, ബൈ. നിങ്ങൾ പടം കണ്ടു നോക്കൂട്ടാ. കേട്ടെന്ന് ചിരിക്കാം. അമ്മാതിരി പടാണ്.